ఇంకో వారి మూడల్లో ఇంకో వారి പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ പട്ടുമുടി പട്ടുമല എസ്റ്റേറ്റുകളോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചത് പ്രദേശവാസികളിൽ കടുത്ത ഭീതി പടർത്തുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ കാട്ടാനകൾ ഇതുവരെയും ഉൾവനത്തിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല. ഇന്ന് രാവിലെ തേയിലത്തോട്ടത്തിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് കാട്ടാനക്കൂട്ടത്തെ ആദ്യം കണ്ടത്. ഭയന്നുപോയ തൊഴിലാളികൾ ഉടൻ തന്നെ വാർഡ് മെമ്പറെയും വനംവകുപ്പ് അധികൃതരെയും വിവരം അറിയിക്കുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും റാപ്പിഡ് റെസ്പോൺസ് ടീം സ്ഥലത്തെത്തിയ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ പ്രദേശത്ത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനശല്യം അതിരൂക്ഷമായി തുടരുകയാണ്. പ്രദേശവാസികളുടെ ആശങ്ക കണക്കിലെടുത്ത വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണുന്നതിനായി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിൽ അടിയന്തര യോഗം ചേർന്നു. വരും ദിവസങ്ങളിൽ ജനവാസ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന കാട്ടാനകളെ പൊതുജനങ്ങളുടെ സഹകരണത്തോടെ ഉൾവനത്തിലേക്ക് തുരത്തുന്നതിനായി പ്രത്യേക ഡ്രൈവ് സംഘടിപ്പിക്കുമെന്ന് പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി രമേശ് അറിയിച്ചു. നിലവിൽ ഇപ്പോഴിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ രജിസ്ട്രാർ അടക്കം നാളെ നമുക്ക് അടിയന്തരമായിട്ട് മീറ്റിംഗ് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ 1:30 ആകുമ്പോഴത്തേക്ക് പീരുമേട് പഞ്ചായത്തിൽ ഇതിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വില്ലേജ് ഓഫീസർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഫയർ സ്റ്റേഷൻ, ഈ 3 പ്രദേശത്തിലെ 3 വാർഡുകളിലെ ആൾക്കാർ, ഇതുമായി പ്രവർത്തിക്കുന്ന RRT അടക്കമുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ആനയെ ഡ്രൈവ് ചെയ്ത് ഓടിക്കാനുള്ള സംവിധാനമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ അടിക്കാടുകൾ എനിക്ക് തോന്നുന്നു സാബു തൊട്ടടുത്ത് മേരിസെൽവി എന്ന് പറഞ്ഞ മെമ്പറുടെ തൊട്ടടുത്തുള്ള പറമ്പ് സാബു എന്ന് പറഞ്ഞ ആ പറമ്പിലൂടെ ഈ ആനയെ നമ്മൾ ഡ്രൈവ് ചെയ്ത് കല്ലാറ്റിൽ ഇപ്പൊ ഫെൻസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഫെൻസിങ്ങിന്റെ വെളിയിൽ ആനയെ ഡ്രൈവ് ചെയ്ത് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ നിലവിൽ ഒരു കാര്യങ്ങൾ ചർച്ച നടക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് ആനയെ ഓടിക്കുന്നത് ശരിക്കും 2 കിലോമീറ്റർ നമുക്ക് ഈ അടിക്കാട് വെട്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. പട്ടുമുടിയിലും പട്ടുമലയിലും കല്ലാറ്റിലും ജനങ്ങൾ ഇതിന് തയ്യാറാണ് സഹകരിക്കാൻ. എനിക്ക് തോന്നുന്നു ഒരു 30 പേർ അടങ്ങുന്ന ഒരു ടീമിനെ എസ്റ്റേറ്റ് മാനേജ്മെന്റ് നമ്മളുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്. അവരുടെ ലാബേഴ്സിന് വിട്ടുതരാൻ തയ്യാറായിട്ടുണ്ട്. അപ്പൊ നാളെ തന്നെ അടിയന്തരമായിട്ട് രാവിലെ ഈ 2 കിലോമീറ്റർ അടിക്കാടുകൾ വെട്ടാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തൊട്ടടുത്ത ദിവസം ഈ ഡ്രോൺ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇത്തരം ജനക്കൂട്ടങ്ങളെ ഇറക്കി നിർത്തിക്കൊണ്ട് ഈ ആനയെ ഡ്രൈവ് ചെയ്ത് ഓടിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഫൈനലായിട്ട് എത്തിയിരിക്കുന്നത്. ഇന്ന് വനാതിർത്തിയോട് ചേർന്ന് സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് ആനകളെ സുരക്ഷിതമായി എത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഇവർ വ്യക്തമാക്കി. എങ്കിലും ആനകൾ ഇപ്പോഴും തേയിലത്തോട്ടത്തിൽ തന്നെ തുടരുന്നത് ജനങ്ങളിൽ ഭീതി വർദ്ധിപ്പിക്കുകയാണ്. വനംവകുപ്പ് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഫെസ്റ്റ് ന്യൂസ്, പീരുമേട്.